യെസ്, എന്തായാലും വലിയ വ്യാപക പരാതിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കരട് ലിസ്റ്റിനെതിരെ ഉയരുന്നത്. ആദ്യഘട്ട ലിസ്റ്റാണെങ്കിലും അർഹതപ്പെട്ട പലരെയും തഴഞ്ഞുകൊണ്ടാണ് 520 വീടുകളടക്കം കേടുപാടുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അതിലിപ്പോൾ 380ഓളം വീടുകളുടെ തകർന്ന വീടുകളുടെ ലിസ്റ്റ് മാത്രമാണ് പുനരധിവാസത്തിനായി വന്നിരിക്കുന്നത്. അതും 5-6 മാസം എടുത്ത് തയ്യാറാക്കിയ ഒരു ലിസ്റ്റാണ് എന്നുള്ളത് കൂടിയാണ്. ഇപ്പോൾ ശ്രീ ഐ സി ബാലകൃഷ്ണൻ കൂടെ ചേരുകയാണ്. ശ്രീ ഐ സി ബാലകൃഷ്ണൻ, ഇപ്പോൾ വന്നിരിക്കുന്ന കരട് ലിസ്റ്റിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട അർഹരായ ആളുകളുടെ പേരുകൾ പുറത്താണ്. മാത്രമല്ല, ഇത്രയധികം 520-ലധികം കെട്ടിടങ്ങൾ കേടുപാടുകൾ വന്നിട്ടുണ്ടെങ്കിലും 388 കെട്ടിടങ്ങൾ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നാണ്. കാരണം ഇത്ര സമയമെടുത്ത് തയ്യാറാക്കിയ ഒരു ലിസ്റ്റിൽ ഇത്രയധികം പരാതി, അതും നമുക്കറിയാം അവർ ഒരുപാട് കാലമായി അനുഭവിച്ചു പോകുന്ന ദുരിതമൊക്കെയാണ്, പലയിടങ്ങളിലായി കഴിയുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ശ്രീ ഐ സി ബാലകൃഷ്ണൻ? അല്ല, ഇത് വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ജൂലൈ 30-ന് അവിടെ ഈ ഭയാനകമായി ദുരന്തമുണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ വളരെ വ്യക്തമായി അന്ന് മന്ത്രിസഭ ഉപസമിതിയോട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഗ്രാമപഞ്ചായത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ ഒരു വാർഡിലാണ് സംഭവിച്ചിട്ടുള്ളത്. അവിടെ എത്ര വാർഡുകളിൽ എത്ര വീടുകളുണ്ട് എന്ന് വളരെ വ്യക്തമായുള്ള കണക്ക് ഗ്രാമപഞ്ചായത്തുകളിലുണ്ട്. ആ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ മുഖവിലക്കെടുക്കാതെ IAS ൽപ്പെട്ട കുറെ ഉദ്യോഗസ്ഥന്മാർ വന്ന സർവേ എടുത്താൽ ഇത് നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് വ്യക്തമാക്കിയതാണ്. എന്താ സംഭവിച്ചത്? ഇപ്പൊ വേണ്ടല്ലോ, വളരെ എളുപ്പമായി കാണാൻ കഴിയും. ഇപ്പൊ വാടക വീട് എടുത്തു കൊടുത്ത് താമസിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് എന്ന് കണക്കെടുക്കാൻ വളരെ എളുപ്പം കഴിയുമല്ലോ. ആ വാടക വീട്ടിൽ കഴിയുന്ന ഓരോ വ്യക്തിക്കും അവിടെ അവരുടെ വസ്തു നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടവരാ. പിന്നെ എന്തിനാണ് ഈ ലിസ്റ്റ് വെട്ടിച്ചുരുക്കുന്നത്? ഇനി ആ ഭൂമി താമസിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, കേടുപാട് സംഭവിച്ച വീട്, ആ പ്രദേശത്ത് വീണ്ടും ദുരന്തമുണ്ടാകുമെന്ന് ഡിസാസ്റ്റർ കേന്ദ്ര നേതൃത്വം പറയുന്നു. അപ്പൊ ഈ പറയുന്ന സാഹചര്യത്തിൽ ഇനി ചെറിയൊരു തകരാറാണ് വീട് സംഭവിച്ചെങ്കിൽ ആ വീട്ടുകാർക്ക് അവിടെ താമസിക്കാൻ കഴിയുമോ? ആ പ്രദേശത്ത് നാളെ പുനരധിവസിപ്പിക്കാൻ കഴിയുമോ? ഇത് ഗുരുതരമായുള്ള വീഴ്ചയാണ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. അത് ജനപ്രതികളടക്കം വിശ്വാസം എടുത്തുകൊണ്ട്, അവിടുത്തെ MLA ആണല്ലോ ടി സിദ്ദിഖ്, അദ്ദേഹത്തൊക്കെ മുഖവിലക്കെടുക്കണ്ടേ? അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖവിലക്കെടുക്കണ്ടേ? അവിടുത്തെ വാർഡ് മെമ്പർമാർ. അതാണ് ശ്രീ ഐ സി ബാലകൃഷ്ണൻ MLA താങ്കൾ പറഞ്ഞ പോയിന്റ്. അതായത് ഒരു പഞ്ചായത്തിലാണ് ഉണ്ടായിരിക്കുന്നത്, അവിടെ കൃത്യമായ കണക്കുകളുണ്ട്. എത്ര ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, എത്ര വീടുകൾക്ക് കേടുപാട് പറ്റി, എത്ര വീടുകൾ താമസയോഗ്യമല്ല എന്നുള്ള കൃത്യമായ കണക്കുകളുണ്ട്. പിന്നീട് എങ്ങനെ ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ, പിശകുകൾ ആ റിപ്പോർട്ടിൽ വരുന്നു എന്നുള്ളതൊരു സംശയം ജനിപ്പിക്കുന്ന കാര്യമല്ലേ? അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അന്നും പറയുന്നത്, വ്യക്തമായുള്ള കണക്കുകൾ. മറ്റ് ദുരന്തം പോലല്ലല്ലോ ഇത് ഒരു പഞ്ചായത്തിലും ഒരു വാർഡിലാകുമ്പോൾ കൃത്യമായ കണക്കുകൾ ഉണ്ടാവും. പിന്നെ എന്താണ് ഇത് അട്ടിമറിക്കാൻ കാരണം? എന്തിനുള്ള പുറപ്പാടാണിത്? അർഹതപ്പെട്ട ആളുകൾ കിട്ടണ്ടേ? കുറെ ആളുകൾ ഞങ്ങൾ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മന്ത്രിസഭ ഉപസമിതികളും ഒക്കെ കൂടിയിട്ട് തന്നെയാണ് അവർ വാടക വീടുകളിലാക്കിയത്. വാടക വീട്ടിൽ ഏതാണ്ട് 560 ആളുകൾ വാടക വീടുകളിലില്ലേ? ഇപ്പൊ 300 വീടായിട്ട് ചുരുക്കാൻ കാരണം എന്താണ്? അതാണ് പരിശോധിക്കപ്പെടേണ്ടത്. മറ്റുള്ളവരെവിടെ പോവും? മാത്രമല്ല, അവിടെ നമുക്ക് ഒരിക്കലും ഇനി താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ ആളുകളെ. അത്രയും ഭയാനകമാണല്ലോ ഈ പ്രദേശം. അതുകൊണ്ട് ഇത് സമഗ്രമായ ഒരു അന്വേഷണം വേണം. ആരാണ് ഈ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തത്? ആരാണ് ഈ ലിസ്റ്റ് പുറത്തുവിട്ടത്? അതുകൊണ്ട് ഇത് സംസ്ഥാന നേതൃത്വം, ഗവൺമെന്റ് വ്യക്തമായി ഇടപെടലുകൾ നടത്തണം. അവിടെയാണ് ഞങ്ങൾക്കുള്ള പ്രതിഷേധം. ഗവൺമെന്റുകൾ അന്ന് നടത്തിയ ഇടപെടലുകൾ ഇപ്പൊ നടത്തുന്നില്ല എന്നുള്ളതാണ്. എല്ലാ പ്രതിഷേധങ്ങൾ അടങ്ങിയെന്നൊന്നും ആരും കരുതണ്ട. അർഹതപ്പെട്ട ഒരാളെ മാറ്റി നിർത്താൻ പറ്റില്ല. വ്യക്തമായുള്ള ലിസ്റ്റ് ജനപ്രതികളായ ഞങ്ങൾക്ക് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട്, മുണ്ടക്കയുമായി ബന്ധപ്പെട്ട്, മേപ്പാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കാണേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഈ കാര്യത്തിൽ മുൻകൈയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ശ്രീ ഐ സി ബാലകൃഷ്ണൻ MLA അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും